കർത്താവിനെ നിർത്തി. ബ്രദറിൻ്റെ ധ്യാനം ഞാൻ ജനുവരിയിൽ കൊട്ടിയം വിമലഹൃദയ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കൂടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എവിടെ വന്നിരുന്നാലും എനിക്ക് ബ്രദറിൻ്റെ ധ്യാനത്തിന് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ആ കാസറ്റിട്ട് കേൾക്കും, വചനം കേൾക്കും. അങ്ങനെ ആത്മാവിൽ വളരാനായിട്ട് എനിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓണം വെക്കേഷന് നമ്മുടെ ഡോക്ടർ സാറിൻ്റെ ജോൺ സാറിൻ്റെ ധ്യാനത്തിന് പോകാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്തു താബോറിൽ. അപ്പോൾ ബ്രദറിൻ്റെ ധ്യാനം അടുത്തൊരിടത്തും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ശക്തീകരണ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുങ്ങിയപ്പോൾ എൻ്റെ മോള് ചണ്ഡീഗഡിൽ നിന്ന് ലീവിന് വരുന്നത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റി. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെക്കാട്ടിലും വലുതാണോ ധ്യാനം, അമ്മയ്ക്ക് ഞാൻ ലീവിന് വരുമ്പോൾ ഇവിടെ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞെടുത്ത് വഴക്ക് കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, എൻ്റെ മോളോടത്തുള്ള കടമ നിറവേറ്റണം, ഞാൻ പോണില്ല കർത്താവേ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവളെ സന്തോഷമായിട്ടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ എല്ലാം മാറ്റി വെച്ച് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു മോളെയും പപ്പയും വീട്ടിൽ ഒറ്റയ്ക്കാക്കി. പിന്നെ എന്താ പറയാനാ, ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ബ്രദറിൻ്റെ ധ്യാനത്തിന് വേണ്ടി ഓടി വരികയാണ്. അപ്പോൾ കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം അത് ഒരുക്കി എന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയുകയാണ്. നിങ്ങളെല്ലാം വലിയ ആൾക്കാരാണ്. നിങ്ങളുടെ മുമ്പിൽ യേശു എനിക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് പറയാൻ എന്ത് പറഞ്ഞാൽ, എൻ്റെ മോൾ ഡോക്ടറാണ്. ഒരു സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവം തന്നെ എന്നെ അത്ഭുതകരമായിട്ട് നടത്തിയതാണ്. പിന്നെ ഇന്നിവിടെ LIC ഏജൻ്റ് എന്ന് പറഞ്ഞിട്ട് സാർ ഇവിടെ ഒരിക്കൽ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്കത് പെട്ടെന്ന് എന്നെ എന്തെങ്കിലും ഫീൽ ചെയ്യുമോ എനിക്ക് ഹിന്ദി പോയി. കാരണം ഞാൻ LIC ഏജൻ്റാണ്. 25 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോഴും കുറച്ച് നാൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഇതൊരു സുവിശേഷ പ്രവർത്തനമായിട്ട് ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നല്ല, എല്ലാവരുടെ മുമ്പിലും ഈശോയെ പങ്കുവെച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാക്കും. അങ്ങനെ ഈ ധ്യാനം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോഴേക്കടുത്ത് ബ്രദർ പറഞ്ഞു, നിങ്ങളിങ്ങനെ സുഖിക്കാം സന്തോഷിക്കാമെന്ന് പറഞ്ഞ് ഓടി ആരും പൊക്കളയരുത്, നിങ്ങൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മാസത്തിൽ തന്നെ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ഞാൻ ഓർത്തു കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുകയാണ്. എനിക്ക് ഭയങ്കര സഹനമായിരുന്നു അത്. ആ മുറിവ് ഉണങ്ങില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രദർ ഇങ്ങനെ എന്നെ ബ്രേക്ക് ചെയ്യാണ്. പ്രൈസ്തലോ, ഞാൻ ഷോർട്ടാക്കിക്കൊള്ളാം, തീർന്നു. ഈ ധ്യാനത്തിന് കിട്ടിയത് ഇന്നലെ എനിക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവ് നിറയണം. ഞാൻ എല്ലാവരും ഇരിക്കുന്ന മുട്ടുകുത്തുന്നു. ഞാൻ കുറേ നേരം എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടെ ഞാൻ ഒരു പ്രകാശത്തിലങ്ങ് മുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും നിന്നപ്പോഴത്തേക്കും ഭയങ്കരമായൊരു ഇലക്ട്രിക് ഷോക്കാണ്. ഷോക്കെന്ന് നമുക്ക് ഷോക്കടിച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഷോക്കിൻ്റെ കയ്യിൽ സംഭവിച്ചപ്പോഴത്തേക്കും കുറേ നേരം എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്താ പറയാനാ, ദൈവം കൂടെയുണ്ട്, ജീവിക്കുന്ന ദൈവം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ബ്രദർ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ യേശു ജീവനുള്ള ബലി എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമല്ല, ജീവനോടെ തന്നെയാണ് ബലി അർപ്പിക്കപ്പെട്ടതെന്നും അതിങ്ങനെ മുറിവ് അസ്ഥികൾ കാണാവുന്ന വിധത്തിലായെന്ന് പറയണത് എനിക്ക് ശരിക്കും കാണാനായിട്ട് സാധിച്ചു. അതെനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളെ ഈ ലോകത്ത് മാതാപിതാക്കളോ സഹോദരങ്ങളോ കൂട്ടുകാർക്കോ സ്നേഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവൻ തന്ന് സ്നേഹിച്ച ആ യേശുവിനെ പോലെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നമ്മളെ മക്കളെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും, നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും, ആരെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും ആരും ജീവൻ കൊടുത്ത് സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ യേശുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ യേശുവിന് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കേണ്ടി വരും. അതാണ് രക്തസാക്ഷിത്വം. അല്ലാതെ വചനം പറയാനും സാക്ഷി പറയാനും അല്ലെങ്കിൽ നമുക്ക് സഹിക്കാനെല്ലാം എളുപ്പമായിരിക്കും. പക്ഷേ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ കൂടെ നമ്മൾ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്.